നായികയായി അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച നടിയാണ് മുക്ത. അച്ഛനുറങ്ങാത്ത വീട് എന്ന ലാൽ ജോസ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മുക്ത. അഭിനയ പ്രാധാന്യമുള്ള സിനിമയിൽ അവിസ്മരണീയ പ്രകടനം മുക്ത കാഴ്ചവെച്ചു. 8ാം ക്ലാസ്സുകാരി ഇത്രയും മികച്ച രീതിയിൽ അഭിനയിക്കുന്നത് സംവിധായകൻ ലാൽ ജോസിനെ പോലും അത്ഭുതപ്പെടുത്തി. വളരെ പെട്ടെന്ന് തന്നെ തമിഴിലേക്കും തെലുങ്കിലേക്കും മുക്ത കടന്നു. മുൻനിര നായിക നടിയായി കുറച്ചു കാലം മാത്രമേ മുക്തയ്ക്ക് കരിയറിൽ നിൽക്കുവാൻ സാധിച്ചുള്ളൂ. ക്യാരക്ടർ റോളുകൾ ഉൾപ്പെടെ ചെയ്ത് മുക്ത പിന്നീട് സീരിയലുകളിലും സാന്നിധ്യം അറിയിച്ചു. വിവാഹ ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് മുക്ത സിനിമകളിലെ തിരക്ക് കുറച്ചത്. തമിഴിൽ മികച്ച അരങ്ങേറ്റമാണ് മുക്തയ്ക്ക് ലഭിച്ചിരുന്നത്. വിശാൽ നായകനായി എത്തിയ താമരഭരണിയാണ് മുക്തയുടെ ആദ്യ തമിഴ് സിനിമ. സംവിധായകൻ ഹരി ഒരുക്കിയ താമരഭരണി 2007 റിലീസ് ചെയ്യുന്നത്. സിനിമ ആ വർഷത്തിലെ ഹിറ്റ് സിനിമകളിൽ ഒന്നായി. താമരഭരണിയിലെ ഗാനങ്ങളും ഹിറ്റായിരുന്നു. പുതുമുഖമായ മുക്തയെ അന്ന് തമിഴ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. നയൻതാരയുമായാണ് മുക്തയെ അന്ന് പലരും താരതമ്യം ചെയ്തത്. അന്ന് ഇവർ തമ്മിലുള്ള രൂപസാദൃശ്യം ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ജൂനിയർ നയൻതാര എന്നാണ് അന്ന് തന്നെ വിളിച്ചിരുന്നതെന്ന് മുക്ത ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം യാദൃച്ഛികമായി വന്ന പേരല്ല ഇത്. സംവിധായകൻ ഹരി ഇത് മുൻകൂട്ടി കണ്ടാണ് മുക്തയെ താമരഭരണിയിൽ നായികയാക്കിയത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന് കാരണമായത് നയൻതാരയോടുള്ള നീരസവുമാണ്. നയൻതാര തമിഴിൽ ആദ്യമായി അഭിനയിക്കുന്നത് ഹരി സംവിധാനം ചെയ്ത അയ്യ എന്ന സിനിമയിലാണ്. ശരത് കുമാർ നായകനായി എത്തിയ സിനിമ മികച്ച വിജയം നേടി. പിന്നാലെ രജനീകാന്തിനൊപ്പം ചന്ദ്രമുഖിയിൽ അഭിനയിച്ചതോടെ നയൻതാരയെ തേടി കൈനിറയെ അവസരങ്ങളെത്തി. തമിഴകത്ത് സെൻസേഷനായി മാറിയ നടിയുടെ താരമൂല്യം കുതിച്ചുയർന്നു. താമരഭരണിയിൽ നയൻതാരയെ നായികയാക്കാനായിരുന്നു ഹരിയുടെ ആലോചന. തിരക്കുണ്ടെങ്കിലും തമിഴിൽ അരങ്ങേറ്റം കൊടുത്ത സംവിധായകനായതിനാൽ തൻ്റെ സിനിമയോട് നയൻതാര നോ പറയില്ലെന്ന് ഹരി കരുതി. എന്നാൽ മറ്റു സിനിമകളുടെ തിരക്ക് മൂലം താമരഭരണിയിൽ അഭിനയിക്കുവാൻ നയൻതാരയ്ക്ക് സാധിച്ചില്ല. നടി സിനിമ നിരസിച്ചതോടെ ഹരിക്ക് നീരസം തോന്നി. ഇതോടെ നയൻതാരയ്ക്ക് പകരക്കാരിയായി ഒരു നടിയെ കൊണ്ടുവരുവാൻ ഹരി തീരുമാനിച്ചു. അങ്ങനെയാണ് മുക്തയിലേക്ക് സംവിധായകന്റെ ശ്രദ്ധയെത്തിയതെന്ന് തമിഴ് സിനിമാ മാധ്യമങ്ങൾ പറയുന്നു. ഭാനു എന്ന പേരിലാണ് മുക്തയെ തമിഴ് സിനിമാ ലോകത്തേക്ക് അവതരിപ്പിച്ചത്. പുതുമുഖങ്ങൾ, തേവൈ, 3 പേർ 3 കാതൽ തുടങ്ങിയ തമിഴ് സിനിമകളിലും മുക്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ നയൻതാരയുടെ താരത്തിളക്കത്തിലേക്ക് എത്താൻ മുക്തയ്ക്ക് സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ കരിയറിനപ്പുറം തൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് മുക്ത ശ്രദ്ധ നൽകി. ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയാണ് മുക്ത വിവാഹം ചെയ്തത്. ഇരുവർക്കും ഒരു മകളുമുണ്ട്.